പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകാശപൂരിതമായ മാസമാണ് റബീഉൽ അവ്വൽ. ഈ അവസരത്തില് ബഹുമാന്യനായ സച്ചിദാനന്ദൻ മാഷുടെ പ്രവാചകനും ഉറുമ്പും എന്ന കവിത ഒന്ന് അവതരിപ്പിക്കുകയാണ്. പ്രവാചകനും ഉറുമ്പും. പ്രവാചകൻ ഇറാ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ജബൽ മല കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാനായി കാത്തുനിന്നു. ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണു തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു, നീ മുബശ്ശിറോ നദീറോ? ഉറുമ്പ് പറഞ്ഞു, വെറും ബഷീർ, എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ. ഞാനും അങ്ങേപ്പോലെ അനാഥനാണ്. അലഞ്ഞു തിരിഞ്ഞ് കുറെ ദിവസമെടുത്ത് മല കയറി വന്നവൻ. നീ ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി, നിങ്ങളെപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ കൽത്തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കിവെച്ചു. അത് പഞ്ചസാരയായി മാറിയിരുന്നു. ഇതിന് മധുരമുണ്ടല്ലോ. ഉറുമ്പ് വിസ്മയിച്ചു. ദയയോടെ നൽകുന്നതെന്തും മധുരിക്കും. അതെ, ജിബ്രീൽ പറയും മുമ്പേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു. പ്രവാചകൻ അരുളി ചെയ്തു. ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാഖ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നത്. മനുഷ്യർ അത് കേൾക്കുന്നില്ലെന്നേയുള്ളൂ. അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുദക്കിറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത്. ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിന്ത പഠിപ്പിക്കാൻ കഴിയും. ഒരുമ, അധ്വാനം, വിനയം, അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഭദ്രവും ഭയന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ്, മക്കയിൽ നിന്ന് നിനക്ക് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും. അപ്പോഴും അൽ അമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും. പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിനമർന്നു. ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് കണ്ടു. അറേബ്യയിലെ സൂര്യൻ, ഉറുമ്പ് പറഞ്ഞു. ഭൂമിയുടെ സൂര്യൻ, പ്രവാചകൻ തിരുത്തി പറഞ്ഞു. ചരാചരങ്ങളുടെ സൂര്യൻ, പർവ്വതം തന്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു. നന്ദി.